2002 CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മലയാള മനോരമയിൽ ഒരു ഇൻ്റർവ്യൂ തങ്ങളെ പറ്റി ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ വ്യക്തിപരമായ ചോദ്യങ്ങൾ വന്നപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല, പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭാഷണം നിർത്താനുണ്ടായത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരമില്ല. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് താനും. ഞാനിപ്പോൾ പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അധികം ദൂരെയല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. എങ്കിൽ പോലും താങ്കളുടെ ബാല്യകാലത്തെക്കുറിച്ചോ അച്ഛൻ, അമ്മ, കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അജ്ഞനാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് എനിക്ക് താല്പര്യം. വ്യക്തിപരമായ കാര്യം പറയാൻ വൈമുഖ്യമുണ്ടോ? അല്ല, അതൊരു പൂർണ്ണ രഹസ്യമൊന്നുമല്ല. അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഒട്ട് മിക്ക ആളുകൾക്കും പക്ഷെ ആ ഭാഗം പരിചിതമല്ല. അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്കത് അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പിണറായിൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. കൃഷിഭൂമിയൊക്കെ ഉണ്ടായിരുന്നു? കൃഷി ഉണ്ടായിരുന്നു. ശരി. അച്ഛനൊരു ചെത്തുതൊഴിലാളിയായിരുന്നു. ശരി. അമ്മ കാർഷിക വൃത്തിയൊക്കെ എടുക്കുന്ന സ്ത്രീയായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ അമ്മയാണ് കാര്യങ്ങൾ നോക്കുന്നത്. 2 സഹോദരന്മാരാണ് എനിക്ക് ഉണ്ടായിരുന്നത്. മൊത്തം എത്ര മക്കളുണ്ടായിരുന്നു? 3 പേര്. 3 പേര്. ജീവിച്ചത് 3 പേര്. ഞാൻ 14ാമത്തെ കുട്ടിയാണ്. ശരി. അമ്മ പ്രസവിച്ച 14ാമത്തെ കുട്ടിയാണ്. 11 പേര് മരിച്ചുപോയി. അതെ അതെ അതെ. ഓഹോ. അതെ. അപ്പോൾ 3 പേര് ബാക്കിയായുള്ളൂ. ശരി. അതിലൊരാളാണ് ഇപ്പം എൻ്റെ ഒരു ബ്രദർ മരിച്ചുപോയി, ഒരു ബ്രദർ ജീവിച്ചിരിക്കുന്നു. ശരി. മൂത്തയാളാണോ? മൂത്തയാൾ, ഏറ്റവും മൂത്തയാളാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? നാണു. ശരി. കുമാരൻ എന്ന് പറയുന്ന മറ്റൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇതാണ് എൻ്റെ. ശരി. അപ്പോൾ അന്നത്തെ ഈ ജീവിതം എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു സുഭിക്ഷമായ ഒരു രീതിയിലായിരുന്നു ജീവിതം? എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷിയും നെല്ലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ച് വിഷമം പറ്റി. അതെങ്ങനെ? ആ വിഷമം അന്നത്തെ കാലത്ത് ഈ മൂത്ത ജ്യേഷ്ഠൻ വേറെ താമസമായി. മറ്റേയാൾ ഈ കുമാരൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ കർണാടകയിൽ ഒരു ബേക്കറിക്കായിട്ട് പോയി. ബേക്കറി ജോലി. ബേക്കറി ജോലിയും ബേക്കറി നടത്തിപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അച്ഛന് പ്രായം, അങ്ങനെയെല്ലാം കൂടി ഒരു കുറച്ചൊരു അവശതയിലായി കുടുംബം. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ വിഷമിക്കുന്നൊരു കുടുംബമല്ല, എന്നാൽ വിഷമമുള്ളൊരു കുടുംബമാണ്. ആ ഒരു പരുവത്തിലായി. അപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് അവിടെ ഒരു ശാരദാവിലാസം LP സ്കൂളുണ്ട്, അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് പിണറായിൽ. 5ാം ക്ലാസ് വരെയാണ്? 5ാം തരം വരെയുള്ള ആ LP സ്കൂൾ. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട അധ്യാപകനുണ്ട്, ഗോവിന്ദൻ മാഷ് എന്ന് പറയും. നാട്ടിലെ ഒരു പ്രമാണി കൂടിയാണ്. അപ്പോൾ 5ാം തരം കഴിയുമ്പോൾ അദ്ദേഹം അമ്മേനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ വീടിൻ്റെ അന്നത്തെ ഒരു സാഹചര്യവും നമ്മുടെ നാടിൻ്റെ ഒരു രീതിയൊക്കെ പഠിത്തത്തോട് അത്ര താല്പര്യമുള്ളതല്ലല്ലോ. അപ്പോൾ ഒരു ബീഡിത്തൊഴിലിന് പറഞ്ഞയച്ചാലോ എന്നൊരാലോചന വീട്ടിൽ വന്നു. അങ്ങനെ ഒരാളെടുത്ത് പോയി, ഒരു PC ബാലൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെടുത്ത് പോയി അമ്മ.
അപ്പോൾ അയാൾ പറഞ്ഞു അയ്യേ ഇപ്പം അവന് വീടിപ്പണിക്കൊന്നും കണ്ടതില്ല, അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. പിന്നെ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു KP ഗോവിന്ദൻ എന്ന് പറയുന്ന പഴയ ഒരു പാർട്ടി സഖാവ് കയറ്റിലാണ്. മറ്റേയാളും പാർട്ടി സഖാവ് തന്നെയാണ്. ഇപ്പോൾ ഗോവിന്ദാട്ടനും പറഞ്ഞു അത് വേണ്ട, അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഈ അധ്യാപകൻ ഈ ഗോവിന്ദ മാഷി ഈ വിവരം വിളിച്ച് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ RC അമല UP സ്കൂളിൽ ചേർന്നു. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മുൻഷി എന്ന് വിളിക്കുന്ന സംസ്കൃത പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. ശങ്കര മുൻഷി, ശങ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അമ്മയെ വിളിപ്പിച്ചു. അപ്പോൾ അമ്മയോട് പറഞ്ഞു എവിടെ തോൽക്കുന്നോ അവിടെ വരെ പഠിപ്പിക്കണം, എവിടെയാണോ തോൽക്കുന്നത് അവിടെ നിർത്താൻ പാടില്ല, അതെനിക്ക് വാക്ക് തരണം. അപ്പോൾ അതൊരു നാട്ടിലൊരു പ്രത്യേകതയുള്ള കാര്യമായിരുന്നു. എന്താ മുൻഷി ഇങ്ങനെ വിളിപ്പിക്കാൻ, അമ്മേനെ വിളിപ്പിക്കാൻ എന്താണ്, ഇങ്ങനെ പറയാൻ എന്താണ്? അപ്പോൾ പ്രത്യേകമായിട്ട് പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും? എന്താണെന്നറിയില്ല, ഒരു വലിയ ബ്രെയിൻ ഒളിഞ്ഞിരിപ്പുണ്ട് അദ്ദേഹത്തിന് തോന്നി കാണണം അല്ലേ? എന്താണെന്നറിയില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ ദീർഘവീക്ഷണം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എവിടെയാണോ തോൽക്കുന്നത് അവിടെയേ നിർത്താൻ പാടുള്ളൂ, അതുവരെ പഠിപ്പിക്കണം. അപ്പോൾ അതറിഞ്ഞപ്പോൾ എവിടെയും എങ്കിലും തോൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബേജാറുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയില്ല, തോൽക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് അല്ല, സാധാരണ നിലക്ക് പഠിത്തത്തിൽ അത്ര വളരെ പിറകിലായിരുന്നില്ല, എന്നാൽ വളരെ മുൻപിലാണെന്നും പറയാൻ പറ്റില്ല, ഒരു ശരാശരിയാണെന്ന് പറയാം, അത്രയും ഉണ്ടായിരുന്നു. ESLC എക്സാമിനേഷൻ ഉണ്ടായിരുന്നു 8ാം തരത്തിൽ ഞാൻ പഠിക്കുന്ന കാലം. 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 8ാം ക്ലാസ്സിൽ ESLC എന്ന് പറഞ്ഞിട്ട് പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു പാസ്സാകുന്നത്. ESLC എത്ര കുട്ടികളുള്ള ക്ലാസ്സിൽ? അത് അന്നത്തെ കാലത്ത് ഒരു 10-40 പേരില്ലേ. അപ്പം ഞാൻ കതിരൂർ ഹൈസ്കൂൾ പഠിക്കുന്ന നേരത്ത് 40 കുട്ടികളായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അതിൽ 40ാമനായിട്ടാണ് ഞാൻ പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത്. റിസൾട്ട് വന്നപ്പം 8 പേര് പാസ്സായി, അതിൽ ഒന്ന് ഞാൻ പെട്ടു. അതേപോലുള്ളൊരു സംഗതി. അതേപോലെ അല്ല, പുറകിലായിരുന്നില്ല, മുന്നിൽ തന്നെ ആയിരുന്നു അല്ലേ? അല്ല, ഒരു ശരാശരി അങ്ങനെ വളരെ മുന്നിലായിട്ടല്ല. ഞാൻ ഈ സിനിമ കാണാനുള്ള പോക്ക് കാരണം ക്ലാസ് ഭയങ്കര കുഴപ്പമായിരുന്നു ആ സമയത്ത്. ഞാൻ ചെറുപ്പത്തിൽ മറ്റ് പ്രശ്നങ്ങളില്ല, വളരെ കൃത്യമായിട്ട് ക്ലാസ്സിൽ പോവുകയും. അപ്പോൾ ഈ ESLC ഇവരെത്തുന്ന ആ കാലഘട്ടത്തിൽ മറ്റ് ആക്ടിവിറ്റീസൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഇല്ല, എന്നാലും അന്നും ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എങ്ങനെ? അത് കുടുംബ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് ഇതാണ്. അതായത് ജ്യേഷ്ഠനെ, ഈ പറഞ്ഞ കുമാരൻ എന്ന് പറയുന്ന ജ്യേഷ്ഠനെ 48 കാലത്ത് ഭീകരമായി മർദ്ദിച്ചതാണ് പോലീസ്. അപ്പോൾ അത് അന്ന് പോലീസ്, കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയിരുന്ന ആ സമയത്ത് എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ജനിച്ചിട്ടില്ല, പിന്നീട് കേട്ടിട്ടുള്ളതാണ്. അച്ഛനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അച്ഛനും അവിടെ ഉണ്ണിമാഷ് അവിടെ കാര്യങ്ങളിൽ പൊതുവിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നല്ലോ. അതെ, ഒരു അനുഭാവിയായിരുന്നു, വേറെ തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എന്നാലും നാട്ടിൽ പൊതുവിൽ അംഗീകാരമുള്ള ഒരാളായിരുന്നല്ലോ. നിങ്ങളെ അച്ഛൻ ഒരു കായികാഭ്യാസി കൂടിയായിരുന്നു. അതെങ്ങനെ അറിയാം? അതെനിക്കറിയാം. അതെനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം, അതെങ്ങനെ അറിയാന്നുള്ളത്. ആ കാലത്ത് വേണാടൻ എന്ന് പറയുന്ന ആളാണ് തലശ്ശേരി ചുറ്റുപാടാകെ വലിയ കേമനായ കായികാഭ്യാസി. വേണാടൻ്റെ മുന്നിലായിരുന്നു നിൽക്കില്ല. അപ്പോൾ നിങ്ങളെ പാട്യത്ത് ഒരു തർക്ക പ്രശ്നത്തിൽ വേണാടൻ വന്നിരുന്നു. ഞാൻ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തർക്കത്തിൽ ഒരു ഭാഗത്ത് നിങ്ങളെ അച്ഛനുമല്ല ഉണ്ണിമാഷൊക്കെയാണ്. ഉണ്ണിമാഷെന്ന് ചെറുപ്പമാണ്, നല്ല പ്രായമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് അന്നേരം തന്നെ നല്ല ഒരു ആരോഗ്യമുള്ള ടൈപ്പാണല്ലോ. പിന്നെ ആ ചെറുപ്പത്തിൽ അപ്പോൾ ആരോഗ്യം ഊഹിക്കാവുന്നതാണ്. എല്ലാ സാധാരണയുള്ള മുറകളൊക്കെ അഭ്യസിച്ചിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. നിങ്ങളെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. ഒരു അടുപ്പുണ്ടായിരുന്നു. ഞാൻ അറിയായിരുന്നു അദ്ദേഹത്തെ. അത് കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു അടുപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ അത് ആദ്യം പരിചയപ്പെടുന്നത് ട്രെയിനിൽ വെച്ചാണ്. അപ്പോൾ എനിക്കൊരു സൊസൈറ്റി അപ്പോൾ പിണറായിൽ തുടങ്ങിയിരുന്നു. അതിനകത്ത് മരത്തിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു സൊസൈറ്റി. അപ്പോൾ ഉണ്ണിമാഷ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗോവയിൽ നിന്ന് മരം കൊണ്ടുവരാൻ പറ്റും,
നിങ്ങളെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത്ര കാശ് നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് പ്രൊസീഡ് ചെയ്തില്ല. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതിൻ്റെ കഥകളൊക്കെ. അപ്പോൾ വേണാടൻ ചെല്ലുമ്പോൾ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഈ ഉണ്ണിമാഷ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണാടനെ ഇദ്ദേഹം ആദ്യം വണങ്ങി. ഉണ്ണിമാഷ് പറയുന്നത് ഈ വണക്കത്തിൽ ഇവർക്ക് ചില മുറകളുണ്ട്. അപ്പോൾ ആ കാല് വെപ്പ്, ശരീരത്തിൻ്റെ നിൽപ്പ് ഒക്കെ അത് വേണാടന് മനസ്സിലായി. വണക്കം ഗുരുവിനോടാണ്, കളിക്കാനാണെങ്കിൽ കളിക്കും ഞങ്ങൾ സന്നദ്ധാണ് എന്നാണ് ഈ കാണിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ വേണാടൻ പുറത്ത് തട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇരുന്ന് സംസാരിച്ചു, പരിഹരിച്ചുകൊണ്ട് പോയി. വേറെ പ്രശ്നത്തിനൊന്നുമില്ല. തന്നെ ഒരു കഥ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു. അതെ. ഇനി ഭാര്യയെ പറ്റി കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങളുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു? ഒരിക്കലും അല്ല. കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചില്ലേ? ആണോ? അതെ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത്? അല്ല, ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പിണറായി എന്നുള്ള വാക്ക് സ്ഥലത്താണോ അല്ല, പിണറായി വിജയൻ എന്നുള്ള പേരാണ് കേട്ടിട്ടുള്ളത്. അത് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും പിന്നെ ദേശാമയിലൊക്കെ വരുമല്ലോ, വീട്ടിൽ ദേശാമയെന്ന് വായിക്കും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴും ഈ പേര് ഇങ്ങനെ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആ ഒരു രീതിയിലുള്ള ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരിട്ട് കാണുന്നത് എന്നെ കാണാൻ വന്നു ആ സമയത്ത്. എന്നെ ആദ്യം മാത്രം എനിക്ക് ഫേസ് അട്രാക്ട് ചെയ്തത്. പക്ഷേ ഈ ഭയങ്കര ഒരു ഫിഗർ ആയിരുന്നു. അപ്പം ഞാൻ വെച്ച് കല്യാണം എല്ലാം കഴിഞ്ഞ ആളായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് ഇയാളാണെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ കയറി വരുമ്പോൾ ഒരു ഫേസ് കണ്ടപ്പോൾ നല്ല ഫേസ് ആണല്ലോ എന്ന് തോന്നി. പിന്നെ പിന്നെ എന്തോ ഞാൻ കുടിക്കാൻ കൊണ്ടുപോയി കൊടുത്തത്. ഇവർ നമ്മുടെ വീട്ടിലൊരു മാഷായിരുന്നു. അല്ല, ഒരു ഇതിലെല്ലാം കുറച്ച് തടിയായിരുന്നു. അപ്പോൾ ESSLC പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ തുടർന്നുള്ള പഠിത്തം എങ്ങനെയായിരുന്നു? ESLC കഴിഞ്ഞതിന് ശേഷം പിന്നെ പെരളശ്ശേരി ഹൈസ്കൂളിലാണ് ചേർന്നത്. പെരളശ്ശേരി ഹൈസ്കൂളിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. കടവ് കടന്ന് ഇല്ല, ഇതെല്ലാം ഇടക്കടവാണ്. ഞാൻ പിണറായിയിൽ ഇടക്കടവിലെടുത്താണ്. അവിടുന്ന് ആ പുഴയുടെ അടുത്ത് അവിടുന്ന് നേരെ ഞാൻ കിടക്കാം. പിന്നെയുള്ള എല്ലാ വിദ്യാഭ്യാസവും പുഴ കടന്നിട്ടാണ് എൻ്റെത്. അപ്പോൾ പെരളശ്ശേരി ഹൈസ്കൂളിൽ ആ തരത്തിൽ നടന്നുപോയി പഠിക്കും. അതിനുശേഷം ഹൈസ്കൂളിൽ SLC. ഈ സ്കൂളുകളിൽ വെച്ച് പിന്നെ കളി, പ്രസംഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പ്രസംഗം നമ്മുടെ UP സ്കൂളിൽ വെച്ച് തന്നെ ഒരു കഥാപ്രസംഗം. അത് അവിടെ ഈ പറഞ്ഞ അധ്യാപകനൊക്കെ ഒരു കഥ തയ്യാറാക്കി അത് അവതരിപ്പിച്ചു. അവരുണ്ടാക്കിയതാണ് അത് ബൈഹാർട്ട് പഠിച്ചു. അതെ, ബൈഹാർട്ട് പഠിച്ചത് അവതരിപ്പിക്കുക. അങ്ങനെ അത് UP സ്കൂളിൽ തന്നെ അവതരിപ്പിച്ചു. പിന്നെ ഒരു മാജിക് പഠിച്ചു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നൂല് ഇങ്ങനെ കെട്ടും, അതിൻ്റെ രണ്ടു ഭാഗത്തും നമ്മുടെ ചോക്കിൻ്റെ അതിൽ കെട്ടി വെക്കും. എന്നിട്ടത് കത്തിക്കും, നൂല് കത്തിക്കും. എന്നാൽ നൂല് അവിടെ നിൽക്കും. അത് കത്തി അങ്ങ് വീണു പോവില്ലേ സാധാരണ നിലക്ക്, അത് വീടില്ല, കരിഞ്ഞങ്ങനെ നിൽക്കും. കരിഞ്ഞങ്ങനെ നിൽക്കും. പൂർണ്ണമായിട്ട് കത്തും, പൂർണ്ണമായിട്ട് കത്തി അവിടെ നിൽക്കും. അതായത് ആ മാജിക്കൊക്കെ നമ്മൾ നടത്തിയതാണ്. അതല്ല, ഈ പിന്നെ സ്കൂളിലൊരു നാരായണ മാഷ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു ഇത്. ഈ കഥാപ്രസംഗം ഈ പറഞ്ഞ മുൻഷി തന്നെ എഴുതി. പുരാണ കഥയായിരുന്നു. അല്ല, ഒരു വഴിപോക്കൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ കിടന്നു, ഒരു ആലിൻ്റെ. അപ്പോൾ ആലിൻ്റെ ചെറിയ പിന്നെ കായല്ലേ, അപ്പോൾ കായ് നെറ്റിക്ക് വീണു. ഇയാൾ മലന്ന് കിടന്നതാണ്, നെറ്റിക്ക് വീണു. അപ്പോൾ അയാൾ പ്രകൃതിയുടെ ശക്തിയെ പറ്റി പറയുകയാണ്. ഇതിന് തെങ്ങ് പോലെ ഉള്ള തേങ്ങയെ പോലുള്ള കായായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി ഇപ്പോൾ. അപ്പോൾ ഇത് വിശ്രമിക്കാൻ വേണ്ടി തന്നെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് പ്രകൃതി ഇതിന് ചെറിയ കായ കൊടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ആ പ്രകൃതിയുടെ ഒരു പ്രത്യേകത വിവരിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. അപ്പോൾ അന്നേ അത് തുടങ്ങി. പിന്നെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ
ചെറിയ ചെറിയ പ്രസംഗ മത്സരത്തിന് പേര് കൊടുക്കാനൊരു ആലോചന നടത്തി. പക്ഷെ അത് പിന്നെ ഞാൻ പിൻവലിച്ച് കളഞ്ഞു. പ്രസംഗിച്ചില്ല, ഇല്ല, പ്രസംഗത്തിന് പോയില്ല. പിന്നെ അവിടെ അപ്പോൾ ആ സമയത്തൊക്കെ വായനയൊക്കെ ഉണ്ടായിരുന്നു. പ്രസംഗിക്കാനൊക്കെ തോന്നണമെങ്കിൽ വായിക്കും, വായനയുടെ പിൻബലം ഉണ്ടാവണല്ലോ. വായിക്കും. അതെ, വായിക്കും. അത് അന്നത്തെ കുട്ടികളൊക്കെ വായിക്കുമല്ലോ. അന്നത്തെ കുട്ടികൾ വായിക്കുക, പിന്നെ കഥ എഴുതുക, അതൊക്കെ. ഞാൻ കഥ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു സുഹൃത്ത് കഥ എഴുതിയിരുന്നു. ഒരു വക്കീലുണ്ട് എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ അത് നേരത്തെ വായിച്ചൊരു കഥയാണ്, അതേപോലെ പകർത്തിക്കൊണ്ടുവരികയാണ്. ടേ 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 3 പടി പൊട്ടി. അപ്പോൾ ഞങ്ങൾ വായിച്ച കഥയായിരുന്നു. അപ്പോൾ അത് നിന്റെ ആ വിദ്യ ഉണ്ട്, ഇത് ഇന്നേ കഥയല്ലേ. അപ്പോൾ അതോടെ അയാൾ കഥയുടെ നോമ്പ് തുള്ളി കളിച്ചിട്ടുണ്ട്. അതോടുകൂടി പുള്ളിക്കാരൻ അത് അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അന്ന് പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട്, അവിടുന്ന് പുസ്തകമൊക്കെ എടുത്ത് കൊണ്ടുപോയി. ഈ എല്ലാവരും ഡിറ്റക്റ്റീവൊക്കെ ആണല്ലോ തുടങ്ങുക. നിങ്ങൾ ഡിറ്റക്റ്റീവൊക്കെ വായിച്ചാണ്. അതെ അതെ. പക്ഷേ ഞാൻ അതിന് പുറമെ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഈ രാമായണം, ഭാരതം, കൃഷ്ണപ്പാട്ട് അതൊക്കെ വായിച്ചു കൊടുക്കും ഞാൻ. അത് ചെറുപ്പത്തിൽ തന്നെ വായിച്ചു കൊടുക്കും. ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അമ്മയ്ക്ക് വായിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വായനയിൽ ഒരു നല്ല രീതി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്തി നിർഭരമായ സംഗതികളൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭക്തൻ ഉണ്ടായി വരേണ്ടതല്ലേ? ഭക്തൻ എന്നതിലുപരി ഈ അമ്മയുടെ കഥകൾ കേട്ടാൽ തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല. അമ്മാതിരി കഥകളായിരിക്കും. ഈ അവിടെ ഇവിടെ എല്ലാം പ്രേതാന്നിയായിരിക്കും. അങ്ങനെ ചെറുപ്പത്തിൽ പുറത്തിറങ്ങില്ലേ, പഠിക്കണമെങ്കിൽ ഭയങ്കര പേടിയാണ്. ചെറിയ പേടിയല്ല, അതിഭയങ്കര പേടിയായിരുന്നു. അതായത് അമ്മാതിരിയാണ് കഥ. ഈ മറ്റേ പ്രേതം, മറ്റേ പിശാച്, അത് ഇത്, മറ്റേ ഇന്നയാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വരും. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് അരക്കുമ്പോൾ അതിനടുത്ത് ആ പടിയുമേൽ വിളക്കും വെച്ചിട്ട് ഞാൻ പഠിക്കുക. കാരണം ഒറ്റക്കൊരു മുറിയിൽ ഇരുന്നിട്ട് പഠിക്കലൊന്നും എനിക്കന്ന് ആലോചിക്കാനേ എന്തായാലും ഉറപ്പല്ലേ. അപ്പോൾ ഇതായിരുന്നു സ്ഥിതി. ഭയങ്കര പേടിയായിരുന്നു. അത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കുറച്ചൊരു ഈ ഹൈസ്കൂളിലെത്തിയതോടുകൂടി എനിക്ക് തന്നെ ഒരു ആലോചന വന്നു തുടങ്ങി, ഇതൊന്ന് മാറ്റണം. അങ്ങനെ പിന്നെ അത് ഞാൻ തന്നെ ഫൈറ്റ് ചെയ്ത് മാറ്റിയതാണ്. ഒരു സ്ഥലത്ത് തൂങ്ങി മരിച്ചിരിക്കുന്നത് കേട്ടു. അത് കാണാൻ പോയി. അന്ന് രാത്രി ഉറക്കേയില്ല. അപ്പോൾ കിടക്കുമ്പം തന്നെ ഈ രൂപയ്ക്ക് വരും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതിനെതിരായിട്ടൊരു ഫൈറ്റ് തുടങ്ങി. മരണം നടന്ന സ്ഥലത്ത് പോകും, ഡെഡ് ബോഡി കാണും, ഡെഡ് ബോഡി ഒന്ന് തൊടും. അല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ. അതിനുശേഷം പിന്നെയുള്ള കഥ പറയേണ്ടതില്ലല്ലോ. പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാറപ്പുറത്ത് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പേടി കുറച്ചൊന്ന് മാറി നിൽക്കുന്ന സമയമാണ്. എന്നാലും പൂർണ്ണമായിട്ട് അങ്ങ് പോയി എന്ന് പറയാനും കഴിയില്ല, ഒരു ചെറിയ അംശം ബാക്കി നിൽക്കുമല്ലോ. അപ്പോൾ പരിപാടി കഴിഞ്ഞ് എനിക്ക് തോന്നി എന്നാൽ വീട്ടിൽ പോയി കളിയാം. പരിപാടി കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് തന്നെ. അപ്പോൾ വരേണ്ടത് പാറപ്പുറം പള്ളി വഴിയാണ്. പള്ളിയെ പറ്റിയുള്ള കഥകൾ ധാരാളമാണ്. അവിടെ മുഴുവൻ പ്രേതങ്ങളാണെന്നാണ്. അങ്ങനെ ഞാൻ ഒറ്റക്ക് അതിൽ രാത്രി ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ വരിക. ഇവിടെ ഒരു മരമുണ്ട്. മരം പെട്ടെന്നൊരു ഗുലിമര്. ഉറപ്പായല്ലോ പ്രേതം. പക്ഷേ അപ്പോഴേക്ക് ഞാൻ ഇതിനെതിരെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം എനിക്ക് അത് പിന്നെ ഞാൻ അവിടെ ആദ്യം ഒന്ന് ഞെട്ടി. എന്നാൽ പിന്നെ എൻ്റെ ആലോചനയിൽ വന്നു അത് പക്ഷി പറന്നതാണ്. നോക്കുമ്പോൾ ഒരു പക്ഷി തന്നെയാണ് പറന്നത്. ഞാൻ കൂളായിട്ട് നടന്നിങ്ങ് പോകുന്നു. അങ്ങനെയുള്ള ഒരു ശ്രമത്തിലൂടെ അതിനെ ഒഴിവാക്കിയത് ഈ മുകുതപ്രേത പിശാചിക്കളിലുള്ള വിശ്വാസം. ഞാൻ ചോദിച്ചത് എന്നുവെച്ചാൽ ആ സമയത്ത് ഇങ്ങനെയുള്ള പുരാണ കഥകളും ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന കഥകളും ഒക്കെ വായിക്കുന്ന സമയത്ത് ദൈവത്തെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്തായിരുന്നു? അന്ന് എനിക്ക് ഈ വായിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റു കൂടുതൽ സങ്കല്പങ്ങളുടെ പ്രശ്നം വരുന്നില്ല. അതില്ല. ഇതാണ് ഏറ്റവും പ്രധാനം. ഈ ചെറുപ്പത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന പതിവുണ്ടായിരുന്നു? ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രത്തിലും പോകുമല്ലോ. അത് പിന്നെ തൊഴുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ഒരു രീതിയില്ല. അത് ഈ ഒന്നാമത് ചെറുപ്പത്തിൽ തന്നെ നമുക്കതിൻ്റെ കാര്യം പിടികിട്ടിപ്പോയി. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു
പാറപ്പുറത്തൊരു തെയ്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ കുട്ടികൾ എല്ലാവരും പോയിരിക്കുക. അപ്പം ആണ്ടിപ്പണിക്കർ ഭയങ്കരൻ കുട്ടിച്ചാത്തൻ കിട്ടുന്ന ആളാണ്. കുട്ടിച്ചാത്തൻ ഇങ്ങനെ നല്ല തിളക്കായിരിക്കും, കണ്ടാൽ തന്നെ ഒരു ഭക്തി വരും. ആ സൈസാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമൊക്കെ. അപ്പം അങ്ങനെ അവിടെ ഞങ്ങളെല്ലാം കുട്ടികളല്ലേ, ഭയങ്കര കളിയായിരിക്കുമല്ലോ, കാവിൽ കളിയല്ലേ. അപ്പോൾ ഇയാളിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളെ കൂട്ടത്തിലൊരു ബാലൻ എന്ന് പറയുന്നത് ഒരു ഉണക്കാട്ടൻ്റെ മകൻ ബാലനുണ്ട്. ബാലനെ കണ്ടേരും ഇയാൾ നല്ല വെള്ളടിക്കുന്നയാളാണ്, ആണ്ടിപ്പണിക്കർ. ഇപ്പം മരിച്ചുപോയി. അയാൾക്ക് തോന്നി ഇത് അയാളെ മകൻ റാമറാണ്. ബാലന് ഒരു പിടി പൈസയും എടുത്തു കൊടുത്തു. ഈ കയ്യിൽ കിട്ടിയ പൈസയിലൊരു പൈസയും എടുത്തു കൊടുത്തു. അപ്പോൾ ബാലൻ പൈസ കിട്ടിയ പാട് ദൈവം പൈസ അതൊന്നും പറഞ്ഞിട്ട് ഓടിയല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ഈ ആണ്ടിപ്പണിക്കർക്ക് തോന്നി ഇത് റാമർക്കല്ല കൊടുത്തത്, അത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബാലന്മാരേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും എന്താണെന്നല്ലേ ചോദിക്കുമല്ലോ, ഏത് കുട്ടിക്കായിരുന്നു നേരത്തെ പൈസ കൊടുത്തത്? അത് ഉണക്കാട്ടൻ്റെ മോൻ ബാലനല്ലേ, വിളിച്ചുകൊണ്ടാന്ന് പറയും. അപ്പോൾ ഓടിപ്പോയി ബാലനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്ക് ബാലൻ 2 കഷ്ണം പുട്ടും ഒരു കപ്പിയോ ചായയോ എന്തോ കുടിച്ചിരിക്കുന്നു. ബാക്കി പൈസ കയ്യിലുണ്ട്. പൈസ കൊണ്ടാന്ന് ബാക്കി പൈസ കൊടുത്തു. അപ്പൊ അതൊക്കെ ഇതാണെന്ന് അന്നേ നമുക്ക് പിടികിട്ടിയതാണ്. ഇത് ദൈവമല്ല, അത് മനുഷ്യന്മാര് ദൈവത്തിന്റെ വേഷം കിട്ടിയത്. അതെ അതെ അതെ. പക്ഷെ ദൈവം എന്ന് പറയുന്ന പ്രതിഷ്ഠയായിട്ട് ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവത്തിന് തൊഴാൻ പോകുന്നത് വേറൊരു സങ്കല്പമല്ലേ? അത് പക്ഷേ അതിനെനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അത് പിന്നെ ഏട്ടൻ്റെയൊക്കെ സ്വാധീനമായിരിക്കും. ഇതിനെതിരായിട്ടുള്ള വർത്തമാനം, ഒരിക്കലും ദൈവവിശ്വാസം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ദൈവത്തെ അങ്ങനെ വിശ്വസിക്കുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല, അതങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ. പക്ഷെ ഇപ്പം നമ്മുടെ പക്ഷേ ഈ പറഞ്ഞ ഭൂതപ്രേത വിശ്വാസികളിൽ വലിയ വിശ്വാസമായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് ആ പേടി മാറ്റാൻ വേണ്ടി ഒരാളെടുത്ത് കൊണ്ടുപോയിരുന്നു അമ്മയാണ് ഇതിൻ്റെ മൂലകാരണക്കാരി. അവിടെ ഒരു ഗുരുനാഥൻ കൂടുന്നൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് പോയി. അപ്പോൾ സ്ത്രീ ഇങ്ങനെ ആരാ ശരീരത്തിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവസാനം പറഞ്ഞ് എവിടെ കൊണ്ടുപോയി ഒഴിപ്പിക്കണം? പളനിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പളനി കണ്ട കളിയാണ്, എന്നാൽ പളനിയിലെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് ഇങ്ങ് വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അത് പ്രേതമൊന്നും പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ പളനി ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അതോടുകൂടി അത് തീർന്നു. അമ്മയ്ക്കും അപ്പോൾ അല്പാൽപ്പം ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി തുടങ്ങൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി.